ഈ ലോണ്ടറി ഏരിയയിൽ നമ്മൾ ഈ 2 വാളുകൾ നമ്മുടെ എലിവേഷന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ എലിവേഷനിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഭാഗത്ത് സ്റ്റോൺ കോട്ടഡും കാണാൻ പറ്റാത്ത ഭാഗത്ത് ട്രഫോർഡ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ സ്റ്റോൺ കോട്ടഡ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി പ്രീമിയം ആണ്. ട്രഫോർഡ് വന്നിട്ട് ഇച്ചിരി എക്കണോമിക്കലായിട്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എലിവേഷനിൽ ഇപ്പം നല്ല വലിയ ഭംഗിയുള്ളൊരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി ഈ ബാക്കിലെ സ്പേസ് മുഴുവനും ഓപ്പൺ ടെറസ് ആണ്. നമ്മൾ ഇവിടെ ഫോൾസ് ആയിട്ട് ഒരു വാൾ കൊടുത്തിട്ട് ആ വാളിൽ കുറച്ച് സ്ലിറ്റ്സും കാര്യങ്ങളെല്ലാം കൂടി ഇട്ടിട്ടാണ് ആ സുന്ദരമായുള്ള എലിവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന ബെഡ്റൂമിന്റെ മുകളിലുള്ള സ്പേസിനെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ റൂഫിങ്ങിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പഴയ ബിൽഡിംഗ് ആണ്, പഴയ സ്ലോപ്പിംഗ് റൂഫാണ്. അതിന് കുറച്ച് കംപ്ലൈൻസും പ്രൊട്ടക്ഷനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അതിന്റെ മുകളിൽ നമുക്കൊരു ഷീറ്റ് റൂഫ് ഇടണം എന്നൊരു താല്പര്യം കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫ്രണ്ട് എലിവേഷനിൽ നല്ല ഭംഗിയിൽ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ബാക്കിലേക്കുള്ള പോർഷനിൽ എന്ന് പറഞ്ഞാൽ ഇത് ലോണ്ടറി ഏരിയ ആണ്, തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. ഈ പോർഷനിലേക്കൊക്കെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺ കോട്ടഡ് ഷീറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ട്രാഫോർഡ് ഷീറ്റ് തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സ്പേസിൽ നമുക്ക് കോൺക്രീറ്റ് റൂഫ് ഉണ്ട്. ആ കോൺക്രീറ്റ് റൂഫിന്റെ മുകളിലാണ് ആ കോൺക്രീറ്റ് റൂഫിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷീറ്റ് റൂഫ് കൊടുത്തിട്ടുള്ളത്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അതുകൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.